ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിൽ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. ഇതുപോലെ ഒരു തവണ മീൻ പൊള്ളിച്ചു നോക്കൂ, പിന്നെ ഇങ്ങനെയേ ഉണ്ടാക്കൂ. കാരണം ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വാഴയിലയിൽ മീനും മസാലയും ചേർന്നു വന്നാൽ രുചി കൂടാൻ വേറൊന്നും വേണ്ട. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. കറുത്ത ആവോലി ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് മീൻ പൊള്ളിക്കാൻ പോകുന്നത്. കഴുകി വാർത്തു വെച്ച മീൻ ഇതുപോലെ സൈഡിൽ കട്ട് ചെയ്യാം. ഫസ്റ്റ് മാരിനേഷന് വേണ്ടി 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പകുതി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാലകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു നല്ല പേസ്റ്റ് റെഡിയാക്കാം. മീനിലേക്ക് ഈ മസാല നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 1/4 വേവാവുന്നതുവരെ മീനിനെ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഉള്ളിയുടെ മസാല റെഡിയാക്കാം. പാൻ ചൂടാക്കി 2 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. ഇനി 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 10-15 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി പകുതി തക്കാളി അരിഞ്ഞതും ചേർത്ത് വഴറ്റി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം. ഇനി 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് തേങ്ങാപ്പാൽ നല്ലതുപോലെ വഴറ്റി ഒരു തിക്ക് ഗ്രേവി ആയി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി മീൻ പൊതിയാനായി വാഴയില സ്റ്റീമറിൽ വെച്ച് ചൂടാക്കിയെടുക്കാം, അല്ലെങ്കിൽ തീയിൽ ഒന്ന് വാട്ടിയെടുക്കാം. വാഴയിലയിലേക്ക് മസാല നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മീനിനെ മസാലയുടെ മുകളിൽ വയ്ക്കാം. ഇനി ബാക്കിയുള്ള മസാല മീനിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. ഇനി ഇല കൊണ്ട് മീനിനെ പൊതിഞ്ഞ് കെട്ടിവെക്കാം. പാൻ ചൂടാക്കി ലോ ഫ്ലെയിമിൽ വെച്ച് മീനിനെ തിരിച്ചും മറിച്ചും 15 മിനിറ്റ് പൊള്ളിച്ചെടുക്കാം. ഇതാ നോക്കൂ, അടിപൊളി മീൻ പൊള്ളിച്ചത് റെഡിയായിട്ടുണ്ട്. ഇതിനെ ചൂടോടെ സെർവ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ മീൻ പൊള്ളിച്ചത് റെസിപ്പി. വാഴയിലയുടെ ഫ്ലേവറും നാടൻ മസാലകളുടെ കോമ്പിനേഷനുമായി റെഡിയായിട്ടുള്ള ഈ മീൻ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ക്രഷ്ഡ് ജിഞ്ചറിനെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.